മലപ്പുറം താനൂർ മുക്കോലയിൽ വാഹനാപകടം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 1:30-യോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിലെ നടപ്പാതയിൽ ഇടിച്ചു കയറുകയായിരുന്നു. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട്. സോണൽ, ഇപ്പോഴും ചികിത്സയിലുള്ളവരുടെ നില എങ്ങനെയാണ് തുടരുന്നത്? വിവരങ്ങൾ. മഞ്ജുഷ, ഈ പരിക്കേറ്റവരെ 2 ആശുപത്രികളിലായിട്ടാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അത് അവർക്ക് വേണ്ട ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 2 പേരുടെ പരിക്ക് സാരമായിട്ടുള്ളതാണ്. അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കുകയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ മലപ്പുറം ജില്ലയിലെ താനൂർ മുക്കോലയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നിട്ടുള്ളത്. പുലർച്ചെ 1:30-യോടെ എത്തിയ ഈ വാഹനം ഈ റോഡ് സൈഡിലെ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആ സമയത്ത് ആ കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതായത് 2 സ്ത്രീകളും ഒരു കുട്ടിയും 2 പുരുഷന്മാരും. അതിൽ 2 പേർക്കാണ് സാരമായിട്ട് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അത് തുടർ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ അല്ലെങ്കിൽ പറയാൻ പറ്റൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു കൃത്യത ഇല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വേണം. അത് CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നോക്കിയതിനു ശേഷം മാത്രമേ പറ്റൂ എന്നുള്ളതാണ് ആ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള വിവരം. എന്നാലും ഇവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിൽ 3 പേരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 പേർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. മഞ്ജുഷ. ശരി. മലപ്പുറം താനൂർ മുക്കോലയിൽ വാഹനാപകടം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ 5 പേർക്ക് പരിക്കേറ്റു. എങ്ങനെയാണ് അപകടമുണ്ടായെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് സോണൽ നൽകുന്ന വിവരം.